ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളെ, ലച്ചു മോളെ, ലച്ചു, 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 മോളെ, ലച്ചു. ഞാൻ ഈ ഗേറ്റ് അടച്ചില്ലായിരുന്നോ? അല്ല, ഇത് ലച്ചുമോളുടെ ബോളാണല്ലോ. ഈ കൊച്ചിന്റെ കാര്യം എന്ത് കിട്ടിയാലും റോഡിലെടുത്ത് കളയും. ലച്ചു, ലച്ചു, ലച്ചുമോളെ, ദാ നിന്റെ ബോളിതാ. ലച്ചു, എടി നീ എവിടെയാ? ലച്ചു ചേച്ചി. ആ ചിരു, ലച്ചുമോൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല, അവളിത് അപ്പുറത്തിരുന്ന് കളിക്കായിരുന്നല്ലോ. എടി അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ഗേറ്റ് അടക്കാൻ ചെന്നപ്പോഴേ ദേ മോള് കളിച്ചോണ്ടിരുന്ന ഈ ബോള് റോഡിൽ കിടക്ക. ലച്ചു, ചേച്ചി വാ. മോളെ ലച്ചുവേ. ലച്ചു, ലച്ചു, ലച്ചു. ചേച്ചി, ബോള് റോട്ടിൽ കിടക്കുമായിരുന്നോ? ആ, എന്നിട്ട് മോളെവിടെ? ചേച്ചി എല്ലായിടത്തൊന്ന് നോക്കി. ലച്ചു, 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 ലച്ചു മോളെ, ലച്ചു, ലച്ചു മോളെ, ലച്ചു, മോളെ, ലച്ചു മോളെ, ലച്ചു മോളെ, ലച്ചു, ലച്ചു മോളെ, നീ എവിടെയാ? മോളെ, മോളെ, ചേച്ചി, ലച്ചു മോളെ, ലച്ചു, ലച്ചു, ലച്ചു മോളെ, മോളെ, ലച്ചു, ലച്ചു, ലച്ചു മോളെ, ലച്ചു, ചിരു മോള്. വായിച്ച് നമുക്ക് അവിടെ നോക്കാം. ലച്ചു, 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 മോളെ, ലച്ചു മോളെ, ലച്ചു, മോളെ, ലച്ചു, ചിരു കാണുന്നില്ല ചേച്ചി. മോളെ കാണാനില്ല. ലച്ചു, 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 ചേച്ചി, ലച്ചു, ചേച്ചി. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അവൻ ഇപ്പോഴും എൻഗേജ്ഡ് ആണല്ലോ. തുറച്ച കോളും തുടർന്ന് അവന് തിരിച്ചു വിളിച്ചൂടെ? അതിന് നിന്റെ നമ്പർ അതിൽ അറിയോ? അറിയാൻ വഴിയില്ല. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ആ, എങ്കിൽ അതായിരിക്കും. നിന്റെ നമ്പർ അറിയാമായിരുന്നെങ്കിൽ എത്ര ഇമ്പോർട്ടന്റ് കോളായിരുന്നാലും അത് കട്ട് ചെയ്ത് അവൻ നിന്നെ വിളിച്ചേനെ. അവനായിരിക്കും. അല്ല, ചേരുവ. ആ, എന്തായെന്നറിയാൻ അമ്പിളി വിളിപ്പിക്കുന്നതാവും. പിന്നെ വിളിക്കാതെ. ഏയ്, എടുത്ത് കാര്യം പറ. എടുക്ക്. ആ ചിരു, ചിരു, ഞാനും അങ്ങളും ആദിലിനെ ഫോണിൽ ട്രൈ ചെയ്തോണ്ടിരിക്കായിരുന്നു. ആദിലിനോട് സംസാരിച്ചിട്ട് പിന്നെ വിളിച്ചാ പോരെ? രഘുട്ട വെക്കല്ലേ. രഘുട്ട, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ ചിരു? എന്ത് പ്രശ്നം? രഘുട്ട, നമ്മുടെ ലച്ചുമോളെ കാണാനില്ല. രഘുട്ട, ചിരു, ലച്ചുമോളെ കാണാനില്ലെന്നോ? അതെ രഘുട്ട. രഘുട്ടൻ പോയ ശേഷം ഞങ്ങള് ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. ഇപ്പൊ അമ്പിളി ചേച്ചി ഗേറ്റ് അടയ്ക്കാൻ പോയപ്പോ മോളുടെ ബോള് റോഡിൽ കിടക്കുക. ചിരു മോളെ ഇവിടെ എങ്ങും കാണുന്നില്ല. നീത്താ, ഞങ്ങൾ എല്ലായിടത്തും നോക്കി രഘുട്ട. മോളിവിടെ എങ്ങും ഇല്ല. ലച്ചു, നമ്മുടെ പൊന്നുമോളെ അവൻ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ആദിലോ? അതെങ്ങനെ? അവൻ പോകുമ്പോ മോളോടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തിരിച്ചു വന്നതായിരിക്കും രഘുവേട്ട. മോള് ഗേറ്റിനടുത്തോട്ട് ചെന്നപ്പോ അവൻ ആരും കാണാതെ എടുത്തോണ്ട് പോയി കാണും. അതല്ലാതെ നമ്മുടെ മോളെ ഇങ്ങോട്ടും പോവില്ല രഘുവേട്ട. അമ്പിളി, നീ ഫോൺ വെക്ക. എന്നിട്ട് ഒന്നുകൂടി എല്ലായിടത്തും കൂടെ ഒന്ന് നോക്കി അന്വേഷിക്കേ. ഞാൻ നോക്കിക്കോളാം അതിന്റെ കാര്യം. രഘുവേട്ട, ഹലോ. എന്താ പ്രശ്നം? അങ്കിൾ എല്ലാം പറയും. അങ്കിൾ അതിന്ന് വണ്ടി എടുക്കാൻ പറ പെട്ടെന്ന്. ലച്ചു മോളെ,
എവിടെയാ മോള്? ലച്ചുവേ, ലച്ചു, എന്റെ ദൈവമേ, ലച്ചു, എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും എന്റെ മോൾ എന്നെ വിട്ടു പോയല്ലോ. ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെ ചെന്ന് അന്വേഷിക്കാൻ ചേരൂ? അയ്യോ, ലച്ചു. ചേച്ചി, 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 ഓക്കൊന്നും പറ്റില്ല. അവളങ്ങ് വരും. രഘുട്ടൻ നമ്മുടെ മോളെ തേടി പിടിച്ച് കൊണ്ടുവരും ചേച്ചി. ചീരു, എന്നാലും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ടും എന്റെ മോളെ കൈവിട്ട് പോയല്ലോ ചീരു. അയ്യോ, ആരെങ്കിലും ചോദിച്ചാ ഞാൻ എന്തു പറയും? ചേച്ചി, എന്റെ മോള് അറിയില്ല, അറിയില്ല ചേച്ചി.